കല്യാശ്ശേരി മണ്ഡലം പട്ടയ അസംബ്ലി കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ എം വിജിൻ MLA ഉദ്ഘാടനം ചെയ്തു. കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PP ഷാജിർ അധ്യക്ഷത വഹിച്ചു. പയ്യന്നൂർ തഹസിൽദാർ T മനോഹരൻ, കണ്ണൂർ തഹസിൽദാർ MK മനോജ് കുമാർ, തളിപ്പറമ്പ് തഹസിൽദാർ P സജീവൻ എന്നിവർ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഭൂരഹിതരില്ലാത്ത കേരളം സാക്ഷാത്കരിക്കുക, എല്ലാവർക്കും ഭൂമി, എല്ലാ ഭൂമിക്കും രേഖ എന്ന ലക്ഷ്യത്തോടെ പട്ടയ വിതരണം ഊർജിതമാക്കുന്നതിന് രൂപീകരിച്ച പട്ടയ മിഷന്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും മണ്ഡലത്തിലെ പട്ടയ പ്രശ്നങ്ങൾ കണ്ടെത്തി പരിഹരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് മണ്ഡലത്തിലെ മുഴുവൻ ജനപ്രതിനിധികളും റവന്യൂ ഉദ്യോഗസ്ഥരും പങ്കെടുത്ത പട്ടയ അസംബ്ലി വിളിച്ചു ചേർത്തത്. പഞ്ചായത്ത് പ്രസിഡന്റുമാരായ M ശ്രീധരൻ, TT ബാലകൃഷ്ണൻ, K രതി, P ഗോവിന്ദൻ, P ശ്രീമതി, A പ്രാർത്ഥന, സുലജ, ചെറുകുന്ന് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PV സജീവൻ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ CP ഷിജു, T തമ്പാൻ, ജനപ്രതിനിധികൾ, വിവിധ വില്ലേജ് ഓഫീസർമാർ, റവന്യൂ ഉദ്യോഗസ്ഥന്മാർ എന്നിവരും സംബന്ധിച്ചു. അതോടൊപ്പം തന്നെ പട്ടയം നൽകുന്നതിന് അനുയോജ്യമായ ഭൂമിയെ സംബന്ധിച്ചിടത്തോളം സ്ഥലങ്ങൾ, പട്ടയമില്ലാത്ത കോളനികളെ സംബന്ധിച്ചിടത്തോളമുള്ള പ്രശ്നങ്ങൾ, ഇതെല്ലാം പട്ടയ അസംബ്ലിയിൽ അവതരിപ്പിക്കുകയും ആ അവതരിപ്പിച്ച പ്രശ്നങ്ങൾ അത് വില്ലേജ് തലം മുതലുള്ള റവന്യൂ ഓഫീസുകൾ അത് കൃത്യമായി പരിശോധിച്ച് ആ പട്ടയ പ്രശ്നങ്ങളെ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു പ്ലാറ്റ്ഫോമായി കൂടിയാണ് ഈ പട്ടയ അസംബ്ലിയെ നമ്മുടെ ഗവൺമെന്റ് കാണുന്നത്. ബഹുമാനപ്പെട്ട മന്ത്രിയുടെ നേതൃത്വത്തിൽ നമ്മുടെ സംസ്ഥാനത്തെ പട്ടയ പ്രശ്നങ്ങൾ, അതേപോലെ തന്നെ ഭൂമിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രശ്നങ്ങൾ, ഒരുപക്ഷെ ഒരുപാട് പഴക്കത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മുടെ മുന്നിൽ ഉണ്ട്. അതിനെല്ലാം വ്യക്തമായി പരിഹരിച്ചുകൊണ്ടാണ് വികാരം തോന്നുന്നത്. ആ തോട്ടിൽ രണ്ടാം തോന്നുന്നത് പ്രത്യേകിച്ച് റവന്യൂ മേഖലയിൽ വളരെ സജീവമായി വരുന്നത് പട്ടയം മേളകൾ അത് ജില്ലാ തലത്തിൽ ഉൾപ്പെടെ വളരെ ശ്രദ്ധേയമായ നിലയിൽ സംഘടിപ്പിക്കുകയുണ്ടായി. വിവിധ പഞ്ചായത്തുകളിലെ ജനപ്രതിനിധികൾ പട്ടയവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അസംബ്ലിയിൽ അവതരിപ്പിച്ചു. പ്രസ്തുത പട്ടയവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പരിശോധിച്ചും അവ സമയബന്ധിതമായി നടപ്പിലാക്കുന്നതിനും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് M വിജിൻ MLA നിർദ്ദേശം നൽകി.